കാരിത്താസിന്റെ ബ്രാഞ്ചുകൾ ലോകമെമ്പാടും തിങ്ങി നിറഞ്ഞു. ഭൂമിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ചന്ദ്രനിൽ തുടങ്ങാനിരിക്കുന്ന 1001ാമത് ബ്രാഞ്ചിന്റെ തലവനാകാൻ യോഗ്യതയ്ക്ക് വേണ്ടി ബാബു വൈദ്യനും ബെല്ല വൈദ്യനും കൊടുത്ത സർജറി ഇരുവരും വളരെ മനോഹരമായി ചെയ്തു. എന്നാൽ രോഗികളുടെയും നേഴ്സുമാരുടെയും സുരക്ഷ നോക്കി സർജറി ചെയ്ത ബാബു വൈദ്യനെ പുതിയ മൂത്തനായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. ബാബു വൈദ്യന്റെ കീഴിൽ പ്രവർത്തിക്കാൻ എല്ലാവരും കാത്തിരുന്നു. പക്ഷേ മൂത്തനായി പ്രഖ്യാപിക്കണമെങ്കിൽ പരമ്പരാഗതമായി നടന്നു വന്നിരുന്ന ആചാരം പൂർത്തിയാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനായി ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ കാൽനടയായി കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്നും 30 കാതം അകലെയുള്ള പഞ്ചായത്ത് കിണറ്റിൽ നിന്നും ഒരു കുടം വെള്ളവുമായി തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നാൽ മാത്രമേ ഈ ആചാരം പൂർത്തിയാക്കാൻ പറ്റൂ. ഇതിനിടയിൽ കാലുകൾ ഇടറാനോ കുടത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും തുളുമ്പാനോ പാടില്ല. സാറേ, കാലിന് എന്ത് പറ്റി? എന്റെ പൊന്ന് റജി സാറേ, ഒന്നും പറയണ്ട. മൂത്തോനാകാൻ വേണ്ടി 1000 കിലോമീറ്റർ നിർത്താതെ ചവിട്ടിയതാ. മനുഷ്യന്റെ ഊപ്പാട് തീർന്നു. എന്നിട്ട് എന്തായി? ഓ, എന്താവൻ, അതാ ബാബ വൈദ്യര് കൊണ്ടുപോയി. അയ്യോ, അതവൻ കൊണ്ടുപോയോ? ഞാൻ ഈ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്തത് എന്തിനാണ്? എന്റെ 120ാമത്തെ ടേക്കായി. ആ, പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് വിധിച്ചിട്ടില്ല. വാ പോയേക്കാം. ജിബ് ചവിട്ടാവോ? ഞാൻ പുറകിലിരുന്നിട്ടെ ഒരു റീൽ എടുക്കാം. വേണ്ട റജി, മുമ്പിൽ കുത്തിറക്കവാ. സേനൻ വൈദ്യരായി ബെല്ലയുടെ അതോ? അതാ വൈദ്യന്റെ മേശപ്പുറത്തിരിപ്പുണ്ട്. എന്തോന്ന് ബെല്ല? അതല്ല, എന്റെ മകൻ ബെല്ല എവിടെ? ഹാ, ദേ വരുന്നു ബെല്ല. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാനൊരു ചെറിയ തുന്നലിടാൻ പോയതാ. ഹോ, എന്റെ തുന്നൽ വരെ പൊട്ടിപ്പോയി. നീ ഇങ്ങനെ ചെറിയ തുന്നൽ വിട്ട് നടന്നു. ആ ബാബുവിനെ മൂത്തോനായി വിലസും. ഒരിക്കലും അത് അനുവദിക്കരുത്. അച്ഛൻ പേടിക്കണ്ട, അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാറി നിൽക്കൂ. ഡയറക്ടർമാരെ വരാൻ സമയമായി. ആട്ടാ ബൊമ്മാളെ, എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാടാ മൊട്ടെ? പറ പറ, എന്താ എന്റെ മോനെ പുതിയ ബ്രാഞ്ചിന്റെ മൂത്തോനാക്കാത്തത്? അവനെന്താ സ്വന്തമായിട്ട് പേനയില്ലേ? വെള്ള നിറമുള്ള കോട്ടില്ലേ? പോരാത്തതിന് ഈ നീളത്തിലുള്ള അതല്ലടാ, ഈ നീട്ടത്തിലുള്ള സ്റ്റെതസ്കോപ്പില്ലേ? എന്നിട്ടും എന്താ എന്റെ മോനെ മൂത്തോനാക്കാത്തത്? പറ പറയാൻ. ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? പണി ചെയ്യാൻ അറിയണ്ടേ? കുടുംബമായി ഡയറക്ടർമാരെ വരുന്നുണ്ട്. ബെല്ല, ഇതെങ്ങനെയെങ്കിലും നമുക്ക് തടയണം. വേഗം വേഗം. അടിപൊളി, ഇത് ബാബു വൈദ്യൻ. സമയത്തീരത്ത്
ബാബു വൈദ്യനെത്തിയേ. ആരിവൻ രാവിലെ സ്റ്റെപ്പ് തൂക്കി പോയിരുന്നു, വെള്ളക്കൊട്ടും തോളിലിട്ട് മൈൻഡില്ലാതെ പോയിരുന്നു. കാര്യമൊന്നും ചോദിക്കില്ല, ഒറ്റയാളെ കിട്ടാനില്ല, കടങ്ങൾ വാരിക്കൂട്ടി പറഞ്ഞു വെച്ച കേസു തീർക്കാൻ ബാബു വൈദ്യൻ പരതുന്നു. ബാബു, ഇതാണ് എന്റെ തീരുമാനവും ശാസനയും. ഇന്നു മുതൽ നിനക്കാണ് പുതിയ ബ്രാഞ്ചിന്റെ പണി. ഹോ, 8ന്റെ പണിയായി. അതെന്താ? ഇതൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ? വേണമെങ്കിൽ നിനക്ക് കൂടെ ഒരു നഴ്സിനെ കൂട്ടാം. അതിനായി എന്റെ സഹായം നിന്റെ കൂടെ വരും. കട്ടപ്പ. മാമാ, എങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറപ്പെടാം. എനിക്കൊരു പെണ്ണിനെ കൂടി വേണം മാമാ. ബാബുവേ, ഏതർത്ഥത്തിലാ നീ എന്നെ മാമ എന്ന് വിളിക്കുന്നത്? അതെന്താ മാമാ അങ്ങനെ ചോദിച്ചത്? അല്ല, ഈ പെണ്ണിനെ കൂടി വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ. സീനിയർ നൈസായിട്ട് ഒരു പെണ്ണിനെ വേണമെന്നാ പറഞ്ഞത്. തമാശ കളഞ്ഞിട്ട് വാ, വേഗം പുറപ്പെടാം. മാമ, നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നേഴ്സുമാരുള്ളത് ഈ ഹോസ്പിറ്റലിലാണ്. ഹേയ്, നിങ്ങളാരാ? കുഞ്ഞുട്ടൻ വൈദ്യൻ വരുന്നത് കണ്ടില്ലേ? മാറി. നീ ആരോട് ചേർത്ത? മാമ, ബാബു, നിനക്കെന്നെ കട്ടപ്പ എന്ന് വിളിച്ചാ പോരെ? ഈ മാമ എന്നുള്ള വിളി കേൾക്കുമ്പോ എനിക്കെന്തോ. വൈദ്യരെ, സർജറി വേഗം തുടങ്ങണം. രോഗിയുടെ BP കുറയുന്നുണ്ട്. ആ, നീ അങ്ങ് കൂട്ടിക്കൊടുക്കണം. വൈദ്യരെന്ത് തോന്നിവാസമായി പറയണേ? എടാ പൊട്ട, മരുന്ന് കൂട്ടിക്കൊടുക്കാനാ പറഞ്ഞത്. അതിരിക്കട്ടെ, നിങ്ങൾ ആരാ? നമ്മൾ എന്തെങ്കിലും പണി കിട്ടുമെന്നറിയാനായിട്ട് വന്നതാണേ. ഇവന്മാരെ നിർത്തിയാൽ നമുക്ക് പണിയാവുമോ? എന്തായാലും ദേവസേന വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതാരാ ഈ ദേവസേന? ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും വേഗമേറിയ നഴ്സ്. എത്ര ജൂനിയർ നഴ്സ് വന്നാലും അവളെ പോലെ മരുന്ന് കലക്കാനും രോഗിയെ മയക്കാനും വേറെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അവൾ കലക്കിയ മരുന്ന് കഴിച്ചിട്ട് വടിയാവാത്ത ഒരു പേഷ്യൻസും ഈ ലോകത്ത് ഇല്ലേ ഇല്ല. അതാണ് ദേവസേന, സിസ്റ്റർ ദേവസേന. ഇതാരാ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പുതുമുഖങ്ങൾ? ദേവസേനെ, ഇവരെന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം. അയ്യോ, അത് ജന്മനാ ഉള്ളതാ. എനിക്കും എന്റെ അപ്പനും എന്റെ അപ്പൂപ്പനും ഒക്കെ ഇതുണ്ടല്ലോ. അപ്പൊ കുടുംബക്കാർ മൊത്തം കള്ളന്മാരാണ്. ആ, എന്തെങ്കിലും ആവട്ടെ, ഇവരെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കേ. വാ, പണിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് സിറിഞ്ച്, കുത്താൻ പറ്റില്ല. ഇത് സ്റ്റെതസ്കോപ്പ്, കേൾക്കാനേ പറ്റില്ല. ഇത് കാനുല, ഇടാൻ ഒരിക്കലും പറ്റാറില്ല. വാ, ഇനി ഈ കാനുല എങ്ങനെ ഇടണം എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യം ആ കൈ ഒന്ന് വലിച്ചു പിടിക്കുക, എന്നിട്ട് ഒറ്റ കുത്ത്. ആ, ആദ്യമായിട്ട് കാനുല കിട്ടി. ആ കൈ ഒന്ന് കാണട്ടെ, കാണിക്കാൻ. അയ്യോ, എന്നെ ഒന്നും ചെയ്യാതിരിക്കല്ലേ. അയ്യോ, എന്നെ ഒന്നും ചെയ്യാതിരിക്കല്ലേ. അയ്യോ, എന്നെ ഒന്നും ചെയ്യാതിരിക്കല്ലേ. ചുമ്മാതിരി.
ഈ കൈ മേലടങ്ങി പണിയെടുക്കാത്തവന്റെ അല്ല. സ്തെത്തും സിറിഞ്ചും ക്യാനലയും ഒക്കെ പിടിച്ച് തഴമ്പിച്ച കൈകളാ. സത്യം പറ, ആരാ നീ? 1000 സർജറികൾ ഒരുമിച്ച് ചെയ്യുന്നവൻ, 2 കൈകൾ കൊണ്ടും CPR കൊടുക്കുന്നവൻ, കാലകയ്യൻ വൈദ്യന്റെ ആശുപത്രി അടിച്ചു മാറ്റിയവൻ, ചത്തവരെ ജീവിപ്പിക്കുന്നവൻ, അമരവിള ബാബു വൈദ്യൻ. ദേവസേന, ദേവസേന, ഡയറക്ടർ ആകെ ചൂടിലാണ്. സർജറി പെട്ടെന്ന് തന്നെ തുടങ്ങണം. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ബാബു, എന്തെങ്കിലും ഒരു പരിഹാരം? മാമ, ആദ്യം 2 ആന്റിബയോട്ടിക് കൊടുക്ക്, പിന്നെ 2 പൈന്റ് ബ്ലഡ് അങ്ങ് തട്ട്. ബ്ലഡിനാണ് കൺസെന്റ് വേണ്ടേ ബാബു? കൺസെന്റ് ഒന്നും ഇപ്പം നോക്കണ്ട മാമ. മാമ, എല്ലാം വേഗം വേണം മാമ, വേഗം വേണം. ഇനിയൊന്നും നോക്കാനില്ല. എല്ലാവരും കൈ കഴുകി ഗൗണമിട്ട് പെട്ടെന്ന് സർജറിക്ക് വാ. ഇനി ഒട്ടും വൈകിക്കൂടാ. ദിവസേനെ നീ പെട്ടെന്ന് ക്യാനിലിട്. ഇത്രയും ചെറിയ പേരിൽ ഈ വലിയ ക്യാനില ഞാൻ എങ്ങനെ ഇടും? ദിവസേനെ 3 വിരൽ മടക്കി ക്യാനില എടുത്ത് കൈ നിവർത്തി പിടിച്ചൊറ്റ കുത്ത്. എങ്ങനെ? നോക്കി നിൽക്കാത്ത ദേവസേനെ, കുത്തസേനെ. ദേവസേനെ, എൻ്റെ കൂടെ സർജറി ചെയ്യുവാനും കൈ കഴുകി വരുമ്പോൾ ഗൗണിട്ട് തരുവാനും കയ്യിൽ ഗ്ലൗസ് അണിഞ്ഞു തരുവാനും എനിക്കൊരു നേഴ്സിനെ വേണം. പറ്റുമെങ്കിൽ കൂടെ പോരെ. എന്റെ കത്തി ഇങ്ങനെ ഇരുന്ന് ക്ലാവ് പിടിച്ചു പോകത്തേ ഉള്ളെന്നാ തോന്നണേ. വൈദ്യരെ, ബാബുവിനൊരു പുതിയ നേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ആരാ അവന് കിട്ടിയ പുതിയ നേഴ്സ്? അത് അവളാ, ആ ദേവസേന. അത് പാടില്ല. എനിക്കറിയാം അവളെ. എത്ര രോഗികളെ കൊടുത്താലും തളരാതെ ഒറ്റയ്ക്ക് നോക്കുന്നവളാണ്. ഹോസ്പിറ്റലുകളിൽ പറഞ്ഞു കേൾക്കുന്നത് 1000 വൈദ്യന്മാർക്ക് അര ദേവസേന എന്നാണ്. അതുകൊണ്ട് അത് തടയണം. മോനെ നോക്കൂ, ഇത് നമുക്ക് കിട്ടിയ പുതിയ സർജറിയുടെ ലിസ്റ്റാണ്. സർജറി ഞാൻ ഏറ്റെടുക്കാം, പക്ഷേ സ്ക്രബ് നേഴ്സായി ദേവസേനയെ തന്നെ വേണം. ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഡയറക്ടർ മാതാ, ബാബു ഇതാ ദേവസേനയുമായി വരുന്നു. ബാബു, എന്താണിത്? മാതാ, ഇതാണ് എന്റെ പുതിയ സീനിയർ നേഴ്സ് ദേവസേന. അത് പറ്റില്ല ബാബു. ഇവളെ ബെല്ലയുടെ നേഴ്സാക്കാമെന്ന് ഞാൻ വാക്കു കൊടുത്തുപോയി. ഇവളെ എന്റെ നേഴ്സാക്കാമെന്ന് ഞാനും വാക്കു കൊടുത്തുപോയി. നിനക്ക് നിന്റെ വാക്കാണോ വലുത്, അതോ കാരിത്താസിന്റെ അഭിമാനമോ? എന്റെ വാക്ക് ഞാനിട്ട തുന്നൽ പോലെ ഉറപ്പുള്ളതാണ് മാതാ, ഉറപ്പുള്ളതാണ്. എങ്കിൽ ഇനി കാരിത്താസിലെ സർജറികളെല്ലാം ബെല്ലയ്ക്ക്. ബാബു, നീ ഇനി ഇവന്റെ കയ്യാൽ. ഡയറക്ടർ മാതാ, പണിക്കാരെ, സർജറി ആരംഭിക്കുന്നു. ഇവിടെ രോഗിയെ മയക്കാനുള്ള അനസ്തേഷ്യ പട, ഇവിടെ രോഗിക്ക് മരുന്ന് കൊടുക്കാനുള്ള നേഴ്സ് പട, ഇവിടെ നേഴ്സിനെ പീഡിപ്പിക്കുന്ന CNE പട.
ഈ സർജറി ഞാൻ ഏറ്റെടുത്തത് 5 മണിക്കൂറത്തേക്കാണ്. എന്നാൽ അത് 2 മണിക്കൂർ കൊണ്ട് തീർക്കുമെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. അത് വേണോ? ബാബു, അടുത്തത് നീ. വെള്ളവൈദ്യന്റെ കയ്യാളായ ഞാൻ സത്യം ചെയ്യുന്നു, എത്ര കത്തി ഒരുമിച്ച് ചോദിച്ചാലും എത്ര തുന്നൽ ഒരുമിച്ചിടാൻ പറഞ്ഞാലും വെള്ളയുടെ കൂടെ നിന്ന് ഈ സർജറി എത്രയും വേഗം തീർക്കുമെന്ന് ഡയറക്ടറിന്റെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. സർജറി തുടങ്ങട്ടെ. എല്ലാവരും കൈ കഴുകിയിട്ട് വാ. ബാബു, നീ അവിടെ. പെണ്ണുങ്ങളെല്ലാം അവിടെ. ദേവസേന, നീ ഇവിടെ. ദേഹത്ത് തൊടുന്നു നിന്നെ ഞാൻ. അയ്യോ, എന്റെ സിറിഞ്ച്. എന്താ ഇവിടെ ഒരു ബഹളം? ഇവൾ എന്റെ സിറിഞ്ച് എടുത്ത് വലിച്ചെറിഞ്ഞു. നിനക്ക് ഇത്ര അഹങ്കാരമോ? ബാബു അല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? ബാബു, എന്നെ വിളിച്ചോ ഡയറക്ടർ മാതാ? ആ വിളിച്ചു. ഇവൾ വേണ്ട, അത് ഞാൻ തന്നെ പറയാം. ഞങ്ങൾ വരിവരിയായി വന്ന് ഗൗൺ ഇടുകയായിരുന്നു. അപ്പോൾ ഇവൻ എന്നെ കടന്നു പിടിച്ചു. അതുകൊണ്ട് ഞാൻ അവനെ സിറിഞ്ച് വലിച്ചെറിഞ്ഞു. ദേവസേനെ, നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ ദേഹത്തെ കടന്നു പിടിക്കുന്നവന്റെ സിറിഞ്ചല്ല, മറിച്ച് എറിയേണ്ടത് അവന്റെ സൂചി. അയ്യോ, എന്റെ സൂചി. ഞാനിനി എങ്ങനെ കുത്തും? ബാബു, നിനക്കിത്രയ്ക്ക് അഹങ്കാരമോ? ഇറങ്ങിക്കോ ഈ ആശുപത്രിയിൽ നിന്ന്. എടാ മണ്ടന്മാരെ, നിങ്ങളിങ്ങനെ കളിച്ചുകൊണ്ട് ഇവിടെ നിന്നോ. ഞാനങ്ങ് പോവുക ചന്ദ്രനിലേക്ക്. ടാറ്റാ. ആട്ടാ ഒമ്മാളെ. சும்மா